നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ലണ്ടനിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ് വിമാനം തിരികെ പറന്നു. ചെറിയ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം തിരികെ പറന്നതെന്ന് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു. യമനിൽ കുടിയേറ്റക്കാർ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 49 പേർ മരിച്ചതായി റിപ്പോർട്ട്. ആഫ്രിക്കയിൽ നിന്നും യാത്ര തിരിച്ച ബോട്ടിൽ നിന്ന് നിരവധി പേരെ കാണാതാവുകയും ചെയ്തതായി യുണൈറ്റഡ് നേഷൻസ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് അടക്കം 10 പേർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും സഹയാത്രികരായ 9 പേരും മരിച്ചതായി മലാവി പ്രസിഡന്റിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത 2 ഇന്ത്യൻ പൗരന്മാർ കൂടി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കുരുതിയുടെ വേഗവും വ്യാപ്തിയും സങ്കല്പങ്ങൾക്ക് അതീതമെന്ന് UN സെക്രട്ടറി ജനറൽ. താൻ പദവിയിലിരിക്കെ ഇതുപോലൊന്ന് സംഭവിച്ചിട്ടില്ലെന്നും ഗാസ ജനസംഖ്യയിലെ 4/3 17 ലക്ഷം പേർ പലവട്ടം അഭയാർത്ഥികളാകേണ്ടി വന്നുവെന്നും ആന്റോണിയോ ഗുട്ടറസ് ജോർഡൻ ഉച്ചകോടിയിൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പേരിനൊപ്പം മോദി കാ പരിവാർ എന്ന് ചേർത്തത് മാറ്റാൻ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പേര് നീക്കാൻ BJP നേതാക്കളോടും പ്രവർത്തകരോടും നിർദ്ദേശിച്ചത്. പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ മോദി തോറ്റേനെ എന്ന് രാഹുൽ ഗാന്ധി. വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ 3 ലക്ഷം വോട്ടിന് മോദി തോൽക്കുമായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജി ചോദിച്ചു വരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയെ മാറ്റി നിർത്തണമെന്നേ ജനം ചിന്തിച്ചുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി അതിനെ ഇടതുപക്ഷ വിരോധമായി കണക്കാക്കേണ്ടതില്ലെന്നും വിശദമാക്കി. കേരള നിയമസഭയിൽ മോദി ശൈലി അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ പാസാക്കിയത് പ്രതിപക്ഷവുമായി ആലോചിക്കാതെയാണെന്നും കൂടിയാലോചന നടത്തി എന്ന തദ്ദേശ മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്നും സതീശൻ പറഞ്ഞു. T20 ലോകകപ്പ് സൂപ്പർ 8 സാധ്യതകൾ സജീവമാക്കി പാകിസ്ഥാൻ. ചൊവ്വാഴ്ച കാനഡയ്ക്കെതിരെ 7 വിക്കറ്റിന് ജയിച്ചതോടെ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് കയറാൻ പാകിസ്ഥാന് സാധിച്ചു. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.